Hi, hello guys. Welcome back to my channel and thank you so much for 13K subscribers കേട്ടോ. കാരണം ഇത്രയും കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും എൻ്റെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ ഇതൊരു സന്തോഷം. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു നോ മേക്കപ്പ് പാർട്ടി ലുക്കാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്, പൊതുവേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. എവിടെയെങ്കിലൊക്കെ പോകുന്ന നേരത്തെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അതാണ് ഞാനിപ്പോഴും ചെയ്യാറുള്ളത്. കാരണം എന്തോ ഒരു ഭാരം ഫേസിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. അത് ചെയ്ത് കൊടുക്കാനൊക്കെ കുറെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് സിമ്പിൾ ലുക്കിലോട്ട് കടന്നാലോ. ഔട്ട്ഫിറ്റ് ഞാൻ വേറെയാണ് ഇടുന്നത്, ഞാൻ ലാസ്റ്റ് ടൈം ആകുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്റെ സ്കിൻ ഓൾറെഡി പ്രെപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കിൻ കെയറിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ ലോങ് വീഡിയോ മോർണിംഗ് സ്കിൻ കെയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്തത്. ആദ്യം തന്നെ ഞാൻ CTM ചെയ്തു. അപ്പോൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഒക്കെ കഴിഞ്ഞ് സ്കിന്നിൽ ആ മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് അബ്സോർബ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ലിപ് ബാമും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കടക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സ്കിൻ, ഇപ്പൊ എന്റെ സ്കിന്നിൽ കുരുവും പാടും പിഗ്മെന്റേഷൻ കാര്യങ്ങളും ഒന്നുമില്ല. ഇതുപോലെ ക്ലിയർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമർ സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോ പ്രൈമർ വേണം എന്നുണ്ട്, ഇപ്പൊ പ്രൈമർ നിങ്ങളുടെ കയ്യിലില്ല, അയ്യോ പ്രൈമർ, കൺസീലർ, കളർ കറക്റ്റർ, കുറെ സ്റ്റെപ്പ് ഉണ്ടല്ലോ എന്നോർത്ത് തലയൊന്നും പുണ്ണാക്കണ്ട. നമുക്ക് അലോവേര ജെല്ല് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ അലോവേര ജെല്ല് ആദ്യം ഇടുകയാണ്, പ്രൈമർ ആയിട്ട് ജസ്റ്റ് ഇടുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഈ ഒരു സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാൻ ഇവിടെ എടുക്കുന്നത് ഹാഫ് ആൻഡ് ഹാഫിന്റെ ഒരു കൺസീലർ പാലറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു ഗ്രീൻ കറക്റ്റർ എടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പിമ്പിൾസ് ഉണ്ട് കേട്ടോ. ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ നമ്മൾ ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കറക്റ്റർ വെച്ച് ഹൈഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അല്ലേ, ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് കൈ വെച്ച് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും കൈ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതെന്റെ ഒരു സ്കിൻ ടോൺ ആണ്. അപ്പൊ ഞാൻ ഫേസിലൊക്കെ ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൺസീലർ നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വലിക്കരുത് കേട്ടോ. അപ്പൊ ഇവിടെ പാച്ചസ് വരും. ഡാബ് ചെയ്ത് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഫേസിൽ ഫുള്ള് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫൗണ്ടേഷൻ അങ്ങനെ ഇടുന്നത് പിന്നെ കുറച്ചും കൂടി അതൊരു ഹാർഡ് ആവും ഫേസിൽ, കൺസീലർ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് വരുമ്പോൾ. അപ്പൊ കൺസീലർ ഇട്ട് ഞാൻ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ആക്റ്റീവ് പിമ്പിൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഡാർക്ക് സ്പോട്ട്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡാർക്ക് ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയുക പിഗ്മെന്റേഷൻ, അത്യാവശ്യം കറുത്ത കുരുപൊട്ടിയ പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഐബ്രോസ് ഞാൻ എഴുതുന്നില്ല കേട്ടോ, ഞാൻ ഐ മേക്കപ്പിലോട്ട് പോവാണ്. എനിക്ക് എന്റെ ഈ കട്ടിയുള്ള ഐബ്രോ തന്നെയാണ് ഇഷ്ടം. ഇതിന്റെ മുകളിൽ ഐബ്രോ വരക്കുമ്പോഴേക്കും എന്തോ എന്റെ ഫേസിൽ ഇങ്ങനെ സ്കെച്ച് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്കത് ഇഷ്ടമല്ല. ഇവിടെ ഞാൻ റെവല്യൂഷന്റെ ഒരു പാലറ്റ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഐസ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക, ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ഇതിൽ ഒരുപാട് ന്യൂഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പാലറ്റ് നല്ല പാലറ്റ് ആണ്. ഈ ഒരു ന്യൂഡ് കണ്ടോ, ഇതും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഡാബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ണെഴുതാൻ പോവാണ്. L18 എന്ന് പറഞ്ഞ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ഈ മേരി ജോ കെ എന്ന് പറഞ്ഞത് എന്ത് ബ്രാൻഡാണെന്നുള്ള എനിക്കറിയില്ല, സ്മിട്ടനിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. എനിക്ക് ട്രയൽ പ്രൊഡക്ട്സ് കിട്ടിയതാണ്. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. അപ്പൊ ഞാനത് എഴുതി കൊടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് പണ്ട് മുതലേ വാലിട്ട് എഴുതുന്നൊരു ശീലമുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു, ഇതിങ്ങനെയൊക്കെയാണ് വാലിട്ട് കണ്ണെഴുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ണിന്റെ കഴിഞ്ഞു. ഇനി ഞാൻ മസ്കാര ഇടാൻ പോവാണ്. ഇത് മാൾസിന്റെ ഒരു മസ്കാരയാണ് കേട്ടോ. അപ്പൊ മസ്കാര ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ഹാക്കാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇനി നമുക്ക് ബ്ലഷിലോട്ട് കിടക്കാം. എന്റെ ഫേവറേറ്റ് പാർട്ടാണിത് കേട്ടോ.
പീച്ചി ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്, കണ്ടില്ലേ, ജസ്റ്റ് ഹെർബിന്റെ ഒരു ബ്ലഷ് ആണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് പൊതുവേ കുറച്ച് പീച്ചിനോടൊക്കെ ന്യൂഡ് കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. താടിയിലും ഒരുപാട് ഇടുന്നില്ല കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. ഇതൊരു മാൾസിന്റെ ഷെയ്ഡ് നമ്പർ 17 എലക്ട്ര ഓറഞ്ച്. ഒരു ഓറഞ്ച് ആയിട്ടുള്ള ഒരു ന്യൂഡ് കളറാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മള് സെറ്റിംഗ് സ്പ്രേ അടിക്കുക, ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരിക, പിന്നെ ഹെയറിലോട്ട് പോവാം. ഇത്രയും ലിപ്സ്റ്റിക് ഞാൻ അടിക്കില്ല കേട്ടോ. ഞാൻ ന്യൂഡ് ഷെയ്ഡുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇരിക്കട്ടെ, ഒരു ഗുമ്മിനിരിക്കട്ടെ. അപ്പൊ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയി ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ഹെയറും ആക്സസറീസും ആണ് കേട്ടോ. ഞാൻ ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓൾറെഡി ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഷോന്നാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. 310 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. 310 രൂപയ്ക്ക് ഒരു ഫുൾ ഗൗൺ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ലാഭമാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കൂടുതൽ വലിപ്പിക്കാണ്ട് ഹെയറിലോട്ട് കടക്കാം. ഹെയറില് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. പിന്നെ ഓർത്തു കേൾസ് ചെയ്യാന്ന് ഓർത്തു. അപ്പൊ ഞാനിവിടെ കേൾ ചെയ്യാൻ എടുക്കുന്ന ഒരു ഉപകരണം എന്തായാലും കളർ ആയിരിക്കുമല്ലോ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അഗാരോന്റെ ഒരു കളറാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ലൊരു കളറാണ്. എനിക്കിത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഹെയർ ഓപ്പൺ ഹെയർ ചെയ്യാന്ന് ഓർത്തു, കേൾസ് തന്നെ. അപ്പൊ ആദ്യം ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് പഫ് പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കളയാം. ഓരോ സെക്ഷൻ എടുത്തിട്ട് വേണം കളയാൻ കേട്ടോ. ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. കേൾ ചെയ്തു, വലിച്ചു, ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പല ആളുകളും പല രീതിയിലാണ് കേൾ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കേളർ ഉണ്ടെങ്കിൽ എന്ത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് കേൾ ചെയ്യാം. കേളായിട്ട് വന്നില്ലേ? ഇതുപോലെ എല്ലാ ഹെയറും നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്റെ ഫേസിൽ പൗഡർ ഇട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എന്റെ ഫേസ് ഡ്രൈ ആണ്. അപ്പൊ ഞാൻ ഈ അലോവേര ജെല്ലും ഈ ഒരു കൺസീലറൊക്കെ ചെയ്തിട്ട് ഇനിയും പൗഡർ ഇട്ടാൽ ചിലപ്പോൾ പിന്നെയും ഡ്രൈ ആവുന്നതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇടാൻ കേട്ടോ. നോർമലി ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ പൗഡർ ഇടാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഞാൻ പൗഡർ ഇടുന്നില്ല, ഡ്രൈ ആയതുകൊണ്ടാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ഹെയറും കേൾ ചെയ്തിട്ട് ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിന്റെ ടൈം ഒരുപാട് എടുക്കും. ഒരുപാടല്ല, ഞാൻ മാക്സിമം സ്പീഡിൽ ചെയ്യും. ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ കാണിച്ചു തന്നില്ലേ, അത് മനസ്സിലായില്ലേ? അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. നമ്മൾ ഫ്രണ്ടിൽ കേൾ ചെയ്യൂലേ നമ്മുടെ ഹെയർ, അപ്പൊ കുറച്ച് ഇതുപോലെ കയറ്റി വെച്ചിട്ട് കേൾ ചെയ്ത് കഴിഞ്ഞാല് അഴിച്ചിടുമ്പോ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരും. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ടിലും നമ്മൾ താഴെ കൊണ്ട് കേൾസ് കൊടുക്കാണ്ട് കുറച്ച് മുകളിൽ കേൾസ് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. കണ്ടില്ലേ? ഇപ്പുറത്തും അതുപോലെ നമുക്ക് ചെയ്യാം. ഫൈനലി എന്റെ കേൾസ് ഒക്കെ ഡൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ഗാറ്റ്സ്ബിയുടെ ഒരു ഹോൾഡ് സ്പ്രേ ആണ്, ലെവൽ 5 ആണ്. ഇത് യൂസ് ചെയ്യാൻ പോണ കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് കഴിഞ്ഞു, മേക്കപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ആക്സസറീസിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. അത് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 3 തട്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഹെവിയാണ്. ഞാൻ അത് അഴിച്ചിട്ട് ഒരു തട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഇടാം.
യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ മാല. അപ്പൊ നമുക്ക് ഒറ്റത്തട്ട്. അപ്പൊ ഞാൻ കമ്മൽ ഇടുന്നില്ല, മാലയാണ് ഇടുന്നത്. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. കമ്മലുണ്ടെങ്കിലും മാല ഇടില്ല, മാല ഉണ്ടെങ്കിൽ കമ്മലിടില്ല. അപ്പൊ ഗൈസ്, ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ആ ഒരു ഹെയർ ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഫുൾ ലുക്ക്. ഇതിന്റെ കൂടെ ഞാനൊരു ഹീൽസ് പെയർ ചെയ്യുന്നുണ്ട്. പിങ്ക് കളർ ഹീൽസ് ആയിരിക്കും പെയർ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ, മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു നോ മേക്കപ്പ് ലുക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഡ്രസ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ, ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനി എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.